ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ മീൻസ് വെള്ളിയാഴ്ചത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് ചെറിയൊരു ബുള്ളിഷ് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടുണ്ട്. റിലയൻസിലൊരു ന്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിൻ്റെ ബലത്തിലായിരിക്കണം ഇത്ര കയറി ഉണ്ടാവുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ത് കാരണം കൊണ്ടാണ് ലാസ്റ്റ് ഒരു റൺ ഉണ്ടായത് മാർക്കറ്റിൽ. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് ട്രേഡ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറേ ട്രേഡ് കിട്ടിയെന്നല്ല, കിട്ടിയ ട്രേഡിൽ അത്യാവശ്യം 30 പോയിൻറ്റ് 20 പോയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. നമുക്ക് ഫ്രീ ഗ്രൂപ്പിലും പെയ്ഡ് ഗ്രൂപ്പിലും ഫസ്റ്റ് വന്ന ട്രേഡിൽ തന്നെ ഒരു 30 പോയിൻ്റാണ് വന്നത്. ആ ഒരു ട്രേഡാണ് ഫ്രീ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുള്ളൂ. 10:30 കിട്ടിയായിരുന്നു ഒരൊറ്റ ട്രേഡാണ്. അതിൽ 30.7 പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഇത് സെൻസസ് ആണ്, 83,000 CE ആണ്. നമ്മളിന്ന് CEയിലേക്ക് മാത്രമാണ് ഒരു ഫോക്കസ് ഉണ്ടായിരുന്നത്. പിന്നെ PEയിലേക്ക് ലോട്ട് കുറച്ചെടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്യുന്ന പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ഗ്രൂപ്പ് ഒരെണ്ണം റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലൈവ് സെക്ഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈവായിട്ട് എൻ്റെ ഒപ്പം ഇരുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് അതിൽ വരുന്ന പോയിൻറ്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ലൈവിൽ നമുക്ക് ഇത്തിരി ക്ലാരിറ്റി ഉണ്ടാവും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ചെയ്യുന്നത് കോഴ്സാണ്. നിങ്ങൾ ഇതൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിലേക്കൊക്കെ പോയാൽ മതി. ഇപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇത്തിരി കൺവിൻസ്ഡ് ആവണ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവാണ്. ഞാൻ ഡയറക്റ്റ്ലി എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അതിലത്തെ മിസ്റ്റേക്കുകളും അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലൈവിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതൊരു പെയ്ഡാണ്, വലിയ എമൗണ്ട് ഒന്നുമില്ല, ചെറിയ എമൗണ്ടാണ്. അപ്പോൾ ഈ ട്രേഡ് 83,000 CE ആണ്, സെൻസസ് ആണ്. ഫസ്റ്റ് ട്രേഡ് നമുക്കൊരു 10 മിനിറ്റാണ് ഏതൊരു ട്രേഡ് എടുത്താലും ഹോൾഡ് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ട്രേഡ് 10 മിനിറ്റിലൊരു 9.8 പോയിൻറ്റ് SL ആണ്, സെൻസസിലാണ് കേട്ടോ പറയണത്. 40 പോയിൻ്റാണ് SL വരുന്നത്, അതിൽ 9 പോയിൻ്റാണ് SL വന്നിട്ടുള്ളൂ. പിന്നെ നമുക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഭയങ്കര ഒരു മൂവ്മെൻ്റാണ് പിന്നെ അങ്ങോട്ട് ഉണ്ടായിരിക്കുന്നത്. ഈ 497 എന്ന് പറഞ്ഞ ലെവൽ കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെയായിരുന്നു റെഡ് ക്യാനിൽ വരേണ്ടത്. അങ്ങനെ ഒരു സിനാരി നടന്നിട്ടില്ല. അപ്പോൾ നമുക്കത് വിട്ടുകളേണ്ടതായിട്ട് വരും. പിന്നെ അത് 2:30 ശേഷം വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. 0 ടൈമിലൊക്കെ നമ്മൾ 2:00 ശേഷം നോക്കുമെങ്കിലും നോർമൽ ഡേയ്സിലാണ് നോക്കാറില്ല. പിന്നെ 25,550 നിഫ്റ്റിയിലാണ്. അതിലൊരു ഫസ്റ്റ് ട്രേഡ് ഇവിടെയാണ് വന്നത്. അതെല്ലാവരും കിട്ടണതല്ല, അത് ലൈവിൽ കിട്ടുന്ന ട്രേഡാണ്. ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 43 പോയിൻറ്റ് പോയിട്ടുണ്ട്. അതിനുശേഷം പൊസിഷൻ എൻട്രി വന്നിട്ടുണ്ട്. അതാണ് എല്ലാവരും കിട്ടി എന്ന് പറഞ്ഞ ട്രേഡ്. അതാണ് ഈ രണ്ടാമത്തെ ട്രേഡാണ്. ഇതിന് 30.7 പോയിട്ടുണ്ട്. പിന്നെ മാർക്കറ്റ് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ റീ എൻട്രി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 12 മണിക്ക് റീ എൻട്രി ആയിട്ടുണ്ട്. അത് അഗെയിൻ 30 പോയിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ വേറെ ലെവലാണ് 104 ഇതൊക്കെ കൊടുത്തിട്ടുള്ള ലെവൽ തന്നെയാണ് 104. പക്ഷേ അവിടെ റെഡ് ക്യാൻഡിൽ ഇല്ല, പിന്നെ ഒന്നും ചെയ്യാനില്ല. ഈസി ആയിട്ടുള്ള ഓമരായിരുന്നു അവിടെ. നമുക്ക് 25,500 PE ഉണ്ടായിരുന്നു. ഇത് ഒരു 10 മിനിറ്റിൽ നമുക്ക് SL ഒന്നും വരില്ല, മനസ്സിലായില്ലേ? കുറേ നേരം ഹോൾഡ് ചെയ്താലുള്ള ഈ SL, അല്ലെങ്കിൽ 3 പോയിൻ്റ് SL ആണെങ്കിൽ വരിക. പിന്നെ 25,600 CE ഉണ്ടായിരുന്നു. അത് 25 പോയിൻ്റാണ് വന്നേക്കണത്. ഇത് SL അല്ല, ഇത് ഫുൾ ടൈം ഹോൾഡ് ചെയ്തിരിക്കുന്നവർക്ക് ഇത് 50 പോയിൻറ്റ് 60 പോയിൻ്റൊക്കെ പ്രോഫിറ്റ് തന്നെയാണ്. കോസ്റ്റ് വരെ അടിക്കാത്ത ട്രേഡാണ് ബേസിക്കലി ഈ ട്രേഡ്. ഇത് കൊടുത്തിട്ടുള്ള ട്രേഡ് എല്ലാവരും എടുത്തിട്ടുള്ള ട്രേഡ്, പെയ്ഡ് ഗ്രൂപ്പിൽ കിട്ടിയിട്ടുള്ള ട്രേഡാണ് മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇത് ഫുൾ ടാർഗറ്റാണ്. ഞാൻ അങ്ങനത്തെ അത്രയും ഹോൾഡിങ് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുന്ന നിർബന്ധമില്ല. അതുകൊണ്ടാണ് 25 പോയിൻ്റ് എന്ന് പറയണത് കേട്ടോ, വേറെ ഒന്നല്ല. ഇനിയിപ്പോൾ എൻ്റെ മുകളിലത്തെ ലെവൽ 80 ആണെങ്കിൽ കൂടി അവിടെ റെഡ് ക്യാൻഡിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയിട്ടില്ല. ക്യാൻഡിൽസ് നേരെ കയറി പോയിട്ട് അഗ്രസീവ് ആയിട്ടാണ് ആക്റ്റീവ് ആയത്. അപ്പോൾ എല്ലാവരും കിട്ടില്ല. ഈ ഫസ്റ്റ് ട്രേഡ് ഹോൾഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം അത് പ്രോഫിറ്റ് ആവും. അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് നമുക്ക് കിട്ടിയത്. മാർക്കറ്റ് 2 ദിവസമായിട്ട് അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട്. അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച ടു ഇന്ന് 2 ദിവസമായിട്ട് മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ച നീണ്ടു നിന്ന ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഓപ്പൺ കഴിഞ്ഞിട്ട് സൈഡ് വേസ്, അങ്ങനത്തെ ഒരു മേഖലയിൽ നിന്ന് മാറിയിട്ട് മാർക്കറ്റ് ഒരു റണ്ണിങ് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് മൂവ്മെൻ്റ് ഉണ്ടാവാൻ സാധ്യത ഇഷ്ടം പോലെയാണ്. അപ്പോൾ എല്ലാ ദിവസവും നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ദിവസങ്ങളാണ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഇരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് റൺ ചെയ്ത് തരുന്ന ദിവസം വരെ നമുക്ക് ലോസ് ഉണ്ടാവുള്ളൂ. കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളൊരു ട്രേഡിനെ എടുക്കുക, ഒരു ട്രേഡിനെ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മാർക്കറ്റ് റൺ ചെയ്താലും ലോസ് ആവുള്ളൂ. ഇപ്പോൾ സൈഡ് വേസിൽ ലോസ് വരുന്ന പ്രശ്നമല്ല. നമുക്കത് കവർ ചെയ്ത് വരണമെങ്കിൽ നമ്മൾ അത്യാവശ്യം മാർക്കറ്റ് ഒന്ന് റൺ ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് എടുക്കാൻ പറ്റണം. അങ്ങനത്തെ ഒരു ലെവലിലെങ്കിലും വരാൻ പറ്റിയാലാണ് നമുക്ക് ഓൾ ടോട്ടലിൽ പ്രോഫിറ്റ് അടിക്കാൻ പറ്റുള്ളൂ. എനിക്ക് കഴിഞ്ഞ സൈഡ് വേസ് മൊമെൻറ്റത്തിൽ അത്യാവശ്യം ചെറിയ ലോസ് ഉണ്ടായിട്ടുണ്ട്, അതും ചെറിയ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട് സൈഡ് വേസ് മൊമെൻറ്റത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നല്ല പ്രോഫിറ്റാണ്. എന്നെ സംബന്ധിച്ച് ഒരു ദിവസത്തേക്ക് എനിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് ഉണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനങ്ങനെ നിർത്തും. ഒരു ദിവസം നിങ്ങളങ്ങനെ പഠിക്കുക, ഫിക്സഡ് ഒരു പ്രോഫിറ്റും മൈൻഡിൽ വയ്ക്കുക, അതാകുമ്പോൾ നിർത്തുക. മാർക്കറ്റ് പിന്നെ റൺ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ ലാസ്റ്റ് കണ്ട പോകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല.
എനിക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് ആ ഒരു ഇൻകം, മനസ്സിലായില്ലേ? ഇൻകം എന്ന് തന്നെ പറയാം. അപ്പോൾ രാവിലെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള മൊമെൻ്റ് നോക്കിയിട്ടില്ല. ഗ്രൂപ്പിൽ ആരെങ്കിലുമൊക്കെ ആ ടൈമിൽ അവൈലബിൾ ആയിട്ട് ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കൊരു ഫിക്സഡ് ഒരു ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് നിങ്ങൾ വെക്കുക. അപ്പോൾ അത് ആകുമ്പോൾ നിർത്തുക, മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്കും അന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ യൂട്യൂബ് ചാനൽ ഡിസ്പ്ലേയിലേക്ക് ഈ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഫോളോ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.